എന്ത് തുടങ്ങിയാലും അവസാനമാകുമ്പോഴേക്കും ഇട്ടിട്ട് പോകണ പരിപാടിയാണ്. പൈസ മുടക്കുമ്പോൾ ചോദിക്കും, നീ കംപ്ലീറ്റ് ചെയ്യാനാണോ അതോ ഞങ്ങളുടെ പൈസ കളയാനാണോ? അച്ഛൻ ഇലക്ട്രിക്കലിൻ്റെ വർക്കാണ്. ഇത് പഠിച്ചിട്ടും ജോലിയൊന്നും ആയില്ലെങ്കിൽ പിന്നെ അച്ഛൻ്റെ ഒപ്പം തന്നെ കൂടാനുള്ള പരിപാടിയിലായിരുന്നു. എൻ്റെ പേര് നവനീത്, കോതമംഗലത്ത് നിന്ന് വരുന്നു. ഡിപ്ലോമ ട്രിപ്പിൾ ആയിരുന്നു. കോഴ്സ് കഴിഞ്ഞ് വലിയ പ്ലാനൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് നാറ്റ്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വഴി KCBയിൽ അപ്രന്റീഷിപ്പായിട്ട് കിട്ടിയത്. അപ്പോൾ ഒരു കൊല്ലം രക്ഷപ്പെട്ടില്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ KCBയിലേക്ക് ചാടിയത്. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞ് KCBയിലെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നപ്പോൾ പിന്നെയുള്ള ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് പോക്കാണ്. അപ്പോൾ കൂടെ പഠിച്ചവരും വീടിൻ്റെ അടുത്തുള്ളവരെല്ലാവരും കാനഡ UK അങ്ങനെ പിടിച്ചപ്പോൾ എൻ്റെ മനസ്സിലും ഒരു ആഗ്രഹം വന്നു, എന്നാൽ പിന്നെ പുറത്തേക്ക് പോകാമെന്ന് വെച്ച് വീട്ടുകാർ പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഓക്കെ. അങ്ങനെ ഞാൻ IELTSന് പോയി. ആദ്യത്തെ റൗണ്ട് ടെൻഷനും എല്ലാ കാരണം കൊണ്ട് പൊട്ടി. പിന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബാങ്ക് ലോൺ അപേക്ഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഓൾറെഡി ലോൺ ഉള്ളതുകൊണ്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്കുള്ള ലോൺ കിട്ടില്ല എന്ന് അറിഞ്ഞത്. അപ്പോൾ പിന്നെ ഒരു പ്ലാനും ഇല്ലാണ്ട് കൂട്ടുകാരോടൊപ്പം തെണ്ടി തിരിഞ്ഞ് നടക്കലാണ് പിന്നെയുള്ള പരിപാടി. അപ്പോൾ വീട്ടുകാരോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, കിട്ടും ഉടനെ കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വൈബിൽ അങ്ങ് നടന്ന്. പിന്നെ ഓരോ ദിവസമായപ്പോൾ ഓരോരുത്തർ കുറഞ്ഞുകൊണ്ടിരിക്കുക, കാരണം എല്ലാവർക്കും ജോലി ആയിക്കൊണ്ടിരിക്കുക. ഇന്ന് 5 പേരാണെങ്കിൽ നാളെ ചെല്ലുമ്പോൾ 4 പേരുണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാവരും ഓരോ ദിവസം പോയപ്പോൾ ആകെ സീനായി, എൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോയി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എറണാകുളം സൈഡ് പിടിച്ച് എന്തെങ്കിലും കോഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ നടക്കും. അപ്പോൾ വീട്ടുകാർ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലും നോക്ക്, എപ്പോഴും വീട്ടിൽ തന്നെ കയറി ഉറക്കം, പിന്നെ വീട്ടുകാരിൽ നിന്ന് രക്ഷപ്പെടാം. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ എറണാകുളം സൈഡ് എന്തെങ്കിലും കോഴ്സ് നോക്കാൻ ഓർത്തിരുന്നത്. ഇലക്ട്രിക്കൽ ഫീൽഡ് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്യാമെന്ന് തന്നെ നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ MEP എന്ന് പറഞ്ഞൊരു കോഴ്സ് കണ്ടത്. പക്ഷേ MEP എന്ന് കണ്ടപ്പോഴും എനിക്ക് എന്താണെന്നുള്ളൊരു പ്ലാനിങ്ങേ ഇല്ല. എന്താണ് സംഭവം, അതോ പ്രാക്ടിക്കൽ സെക്ഷൻ ആണോ അതോ ഓൺ സൈറ്റ് ആണോ ഡ്രോയിങ് ആണോ അങ്ങനെയാണോ ഒരു പ്ലാനും ഐഡിയ ഒന്നും ഇല്ല. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് SMEC എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ട് അങ്ങനെ ഞാൻ വിളിച്ചപ്പോഴും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഞാൻ ഇത് പോകും, കാരണം ഞാൻ എന്ത് തുടങ്ങിയാലും അവസാനമാകുമ്പോഴേക്കും ഇട്ടിട്ട് പോകണ പരിപാടിയാണ്. അപ്പോൾ വീട്ടുകാർക്ക് അത് അറിയാൻ കാരണം. അപ്പോൾ എപ്പോഴായാലും പൈസ മുടക്കുമ്പോൾ ചോദിക്കും, നീ കംപ്ലീറ്റ് ചെയ്യാനാണോ അതോ ഞങ്ങളുടെ പൈസ കളയാനാണോ? എന്തെങ്കിലും ജോലി വേണം, കാരണം എല്ലാവരും ഒക്കെ കൂടെയുള്ളവന്മാരൊക്കെ പഠിച്ച് പാസ്സായി നല്ല പണിയൊക്കെയായി പോയി തുടങ്ങി. അങ്ങനെ MEPനെ കുറിച്ച് ഇവിടെ വിളിച്ചു വെച്ചപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. ഒരു ദിവസം കൂടി വരുവാണെങ്കിൽ ഓറിയൻറ്റേഷൻ പോലെ ഒരു ക്ലാസ് എടുത്തുതരാം, അപ്പോൾ ഒരു ഐഡിയ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് സാറിനെ കണ്ട് സാറെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞ്. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു എന്തായാലും കോഴ്സിന് ജോയിൻ ചെയ്യാം. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എല്ലായിടത്തും പോകാൻ ഭയങ്കര മടിയാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് എനിക്കൊരു ഇതുള്ളൂ, അങ്ങനെ ഞാൻ ഇൻട്രോവേർട്ടാണ്. അപ്പോൾ വന്നു കഴിഞ്ഞ് ആദ്യം 2 പേര് പരിചയപ്പെട്ടു, അബ്ദുള്ള, ശരത്ത്. പിന്നെ ഞങ്ങൾ 3 പേര് സെറ്റായിരുന്നു, എല്ലാ ബാച്ചും ഒരുമിച്ച്. ഞങ്ങൾ ഒരാൾ വന്നില്ലെങ്കിൽ പിന്നെ 2 പേരും വരില്ല. അപ്പോൾ മിസ്സുമാർക്ക് അറിയാം, ഒരാൾ വന്നില്ലെങ്കിൽ അപ്പോൾ ബാക്കി 2 പേരെ നോക്കണ്ട, അവന്മാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അടിച്ച് പൊളിച്ച് നടന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. എന്നാലും എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായില്ല ജോലി കിട്ടുമെന്ന്. ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നത് അച്ഛൻ ഇലക്ട്രിക്കലിൻ്റെ വർക്കാണ്. ഇത് പഠിച്ചിട്ടും ജോലിയൊന്നും ആയില്ലെങ്കിൽ പിന്നെ അച്ഛൻ്റെ ഒപ്പം തന്നെ കൂടാനുള്ള പരിപാടിയിലായിരുന്നു. പക്ഷേ ഇവിടെ ലാസ്റ്റ് സെക്ഷൻ ആയപ്പോഴേക്കും ഇവിടെ ഒരുപാട് പ്ലേസ്മെൻറ്റ് വന്ന് ഞാൻ അറ്റൻഡ് ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത് അവരെന്നെ എടുത്തില്ല. സെക്കൻഡ് ഒരു പ്ലേസ്മെൻറ്റ് വന്നപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാണ്ട് പോയി അറ്റൻഡ് ചെയ്ത്. അപ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അത് ഓർത്തു, അതിപ്പോൾ വിളിയൊന്നും ഉണ്ടാവില്ല, പിന്നെ പഴയ ലൈഫിലേക്ക് തന്നെ പോകാമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ച് വന്ന് MDനെ കാണാൻ പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ ഞാനൊരു MEP ഡ്രോയിങ്ങിൻ്റെ ഇതിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നല്ല സന്തോഷമാണ്, വീട്ടുകാർക്ക് നല്ല സന്തോഷമാണ്. കാരണം കുറേ നാൾ പണിയൊന്നും ഇല്ലാണ്ട് തിരിഞ്ഞ് വീട്ടുകാരുടെ ചിലവ് നടന്നു. സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെന്ന് എല്ലാവരും മുഖത്ത് നോക്കി പറയാൻ ഹാപ്പി. Join SMEC Labs. We empower your career for future.